ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA സോഷ്യോളജിയിലെ 4th സെമ്മിലെ സോഷ്യോളജി ഓഫ് കേരള എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈബ്രറി ആൻഡ് ലിറ്ററസി മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ പ്രോഗ്രഷൻ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ടോപ്പിക്സാണ്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻസ് ഇൻ കേരള സൊസൈറ്റി എന്നാണ് നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര്. അതിൽ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് പ്രോഗ്രഷൻ ഇൻ എഡ്യൂക്കേഷൻ, ലൈബ്രറി ആൻഡ് ലിറ്ററസി മൂവ്മെന്റ്സ് ആണ് ഫസ്റ്റ് ടോപ്പിക് വരുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താ വെച്ചാൽ ഇതിലുള്ള ടോപ്പിക്സ് ഒക്കെ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് എന്താന്ന് മാത്രം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ സോഷ്യോളജിക്കൽ അനാലിസിസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്കറിയാം. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ള സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ ഇങ്ങനെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെന്റ്സ് ലിറ്ററസിയിൽ കിട്ടാൻ പല കാരണങ്ങളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് പ്രൈമറി സ്കൂൾ ലെവലിലുള്ള ഒരു എൻറോൾമെന്റ് റേഷ്യോ ഭയങ്കര കൂടുതലാണ് കേരളത്തിൽ. അതായത് നമ്മുടെ സ്കൂളിൽ പോകുന്ന പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. അതുപോലെ തന്നെ സ്കൂളിൽ സെക്കൻഡറി സ്കൂളുകളിലുള്ള ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്, അതായത് കുട്ടികൾ പഠിത്തം നിർത്തിപ്പെട്ടു ഡ്രോപ്പ് ഔട്ട് ആവുന്നതിൻ്റെ നിരക്ക് എന്താണ്, വളരെ കുറവാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷന് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് തന്നെയാണ് കേരളത്തിലുള്ള ലിറ്ററസി റേറ്റ് കൂടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നമ്മുടെ കേരളത്തിൽ അത്രയും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെ നോക്കിയാലും സ്കൂളുകൾ അല്ലെങ്കിൽ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതും എന്താണ്, ഒരു പരിധിവരെ നമ്മുടെ ലിറ്ററസി റേറ്റ് കൂട്ടാനുള്ളൊരു കാരണം തന്നെയാണ്. ഇപ്പം റൂറൽ ഏരിയ പറയുകയാണെങ്കിലും അർബൺ ഏരിയ പറയുകയാണെങ്കിലും ഒക്കെ ആണെങ്കിലും എന്താണ് പറയുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ്മെന്റ് എല്ലായിടത്തും കാണാൻ പറ്റും. അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന കുറെ വേരിയബിൾസ് കുറെ കാര്യങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിന് കാരണമായിട്ടുണ്ട്. അതിൽ പിന്നെ പറയുന്ന ഫസ്റ്റ് കാര്യമാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള, അപ്പം നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള പോലെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, ഏർലി 20th സെഞ്ചുറിയിൽ ഉണ്ടായിട്ടുള്ള കുറേ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അവർ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിവരെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി കൂടാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള മിഷണറീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മിഷണറി ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഗവൺമെന്റിന്റെ പേരിലുള്ള വേറെ പല കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ ഇതിൽ പറയുന്ന പോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിൽ കിട്ടാൻ തുടങ്ങി. അതായത് പുതിയ വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാൻ തുടങ്ങി. അപ്പം ആളുകളുടെ ഇടയിലേക്ക് കുറച്ചും കൂടെ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള ആളുകളുടെ സോഷ്യൽ സ്റ്റാറ്റസിലും ഒക്കെ മാറ്റം ഉണ്ട് എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം ആളുകൾ കൊണ്ടുവരാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ കൊളോണിയൽ പീരീഡിൽ ബ്രിട്ടീഷുകാർ അവരൊക്കെ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പോലെയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട്. അപ്പം അതും ഒരു പരിധിവരെ ആളുകൾക്കിടയിൽ എഡ്യൂക്കേഷൻ ലഭിക്കാനും അല്ലെങ്കിൽ ഒരു ലിറ്ററസി ഉന്നമനത്തിനൊക്കെ കാരണമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മലയാളം എഡ്യൂക്കേഷൻ പോലെയുള്ള മലയാളം എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിക്കുക, ആ ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കൊച്ചിയിലും ട്രാവൻകൂറിലൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ഇനിഷ്യേറ്റീവുകൾ എടുക്കാൻ തുടങ്ങി. മലയാളം എഡ്യൂക്കേഷൻ ഇൻ ട്രാവൻകൂർ എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർമൽ സ്കൂൾ സിസ്റ്റത്തിലേക്കും ആളുകൾ കുറച്ചും കൂടെ എത്താൻ തുടങ്ങി. അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടും സോഷ്യൽ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസും മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ആളുകളുടെ ഇടയിലേക്ക് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എത്തിയതോടുകൂടെ അവരുടെ ലിറ്ററസിയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഫസ്റ്റ് ഫീമെയിൽ ലിറ്ററസി വളരെ ഒരു താഴെ ആയിരുന്നെങ്കിൽ പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി, അതിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഫീമെയിൽ ലിറ്ററസിയിൽ വലിയ ഇമ്പ്രൂവ്മെന്റ്സ് തന്നെ
20th സെഞ്ചുറിയുടെ പകുതി ആയപ്പോഴേക്ക് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ 1915s 1916s ആയപ്പോഴേക്ക് പറയുന്ന പോലെ സ്കൂൾ ലെവലിലുള്ള ഒരു നമ്പർ ഓഫ് ഹൈസ്കൂൾസിന്റെ എണ്ണം വളരെ വർദ്ധിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ ഒരു സമയത്താണ് സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് SSLC ടെസ്റ്റ് പോലെയുള്ള സംഭവങ്ങൾ വരുന്നതും SSLC സർട്ടിഫിക്കറ്റ്സ് വരുന്നതും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജ് പോലെയുള്ള സംഭവങ്ങൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതൊക്കെ ആ ഒരു സമയത്താണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് ഈ ഒരു ടോപ്പിക്കിൽ ഫസ്റ്റ് വരുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, ഇതൊന്ന് കേട്ടാൽ മാത്രം മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവും. നമ്മുടെ എഡ്യൂക്കേഷന്റെ ഒരു പ്രോഗ്രസ് ആണ് പറയുന്നത് ഇതിൽ. ഓക്കെ, അപ്പോൾ ലൈബ്രറി ആൻഡ് ലിറ്ററസി മൂവ്മെന്റ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.